ഒറ്റ ദിവസം ബാക്കി നിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് താക്കീത് നൽകി ഷാഫി പറമ്പിൽ. പാലക്കാട് മാങ്കൂട്ടം 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വെറുതെ വിജയിച്ചു കയറിയതല്ല. അതിനു പിന്നിൽ ഷാഫി പാലക്കാടുണ്ടാക്കിയ തരംഗം എന്ന പ്രധാനപ്പെട്ട ഘടകമുണ്ട്. കേരളത്തിലെ ഏത് മണ്ണിൽ കൊണ്ടിട്ടാലും മുളച്ചു പൊന്താൻ മാത്രം പാകത്തിനുള്ള ഒരു രാഷ്ട്രീയ വിത്തായി ഷാഫി മാറിയപ്പോൾ MLA എന്നതിനപ്പുറത്ത് MP എന്നതിലേക്കും കേരള മണ്ണിൽ നിന്നും കേന്ദ്രത്തിലേക്കും ഷാഫിയെ പറിച്ചു നട്ടതും ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ഇവിടെ പാലക്കാട് ആര് മത്സരിക്കും ഷാഫിക്ക് പകരമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയതും ഷാഫിയാണ്. അങ്ങനെയാണ് മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായതും BJP ഭരിക്കുന്ന നഗരസഭകളെ പോലും ഇളക്കി മറിച്ചുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനോടൊപ്പം തോളോട് തോൾ ചേർന്ന് കേരള നിയമസഭയിൽ ഇരിപ്പുറപ്പിച്ചതും. ഇതിനൊക്കെ പിന്നിൽ ഷാഫി പറമ്പിലിന്റെ കരുത്തൊന്നു മാത്രമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് എന്തിനും കയറി അഭിപ്രായം പറയുന്ന മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും നടത്തിയത്. ആശമാരുടെ സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ കോൺഗ്രസ് അതൊരു ആയുധമാക്കി എടുക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് മാങ്കൂട്ടം സിക്കിമിലെ ആശമാർക്ക് നൽകുന്ന ഓണറേറിയം 10,000 രൂപയാണെന്നും ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നും ആവർത്തിച്ച് സ്പീക്കർ ഷംസീറിനോടായിട്ട് പറഞ്ഞത്. എന്നാൽ ഇത്തവണ വീണ നോക്കി നിന്നില്ല, രാഹുലിന് പൊളിച്ച് കയ്യിൽ കൊടുക്കുകയാണുണ്ടായത്. അതും സിക്കിമിലെ രേഖകളടക്കം പുറത്തെടുത്തുകൊണ്ട്. വീണ പറഞ്ഞു, സർ, സിക്കിമിലെ ഓണറേറിയം 6,000 രൂപയാണെന്ന്. ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ഷാഫി പ്രതികരിക്കണം. പുതിയ കാല ഉമ്മൻചാണ്ടിയായി എല്ലാവരും കണക്കാക്കുന്ന ഏറെ ജനകീയനായ ഷാഫി ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന പാലക്കാട്ടെ പുതിയ MLA ആയ മാങ്കൂട്ടം വാക്കുകൾ സൂക്ഷിക്കേണ്ടതാണ്. അതുമാത്രമേ ഷാഫിക്കും പറയാനുള്ളൂ. അതുമാത്രമല്ല, ആശാവർക്കർമാരുടെ സമരത്തിൽ കോൺഗ്രസ് കൃത്യമായി കാര്യങ്ങൾ നീക്കുന്ന ഒരു സമയം കൂടിയാണിത്. കേരളം കേന്ദ്രത്തെയും കേന്ദ്രം കേരളത്തെയും പരസ്പരം കുറ്റപ്പെടുത്തി അന്നന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന ആശമാർ സമരമിരിക്കാൻ തുടങ്ങിയിട്ട് 24 ദിവസമായി. എന്നിട്ടും എളമരം കരീമടക്കമുള്ള CPM നേതാക്കൾ ഈർക്കിൽ സമരമായി സമരത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ശക്തമായിട്ടാണ് കോൺഗ്രസ് പ്രതിഷേധക്കാരോടൊപ്പം നിലയുറപ്പിച്ച് മുന്നോട്ടു പോകുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇതൊരായുധമാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഐക്യത്തോടെ തീരുമാനിച്ച് മുന്നോട്ടു പോകുമ്പോൾ അനാവശ്യ വാക്കുപ്രയോഗം നടത്തി മാങ്കൂട്ടത്തിൽ ഉടക്കുവെക്കുമ്പോൾ ഇത് കാണുന്ന സാധാരണ ജനങ്ങൾ പോലും മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നുണ്ട്. അതാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി ഇപ്പോൾ മാറുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഷാഫി വടിയെടുക്കുന്നതും വടിയെടുക്കേണ്ടതും. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ കൊല്ലത്ത് വെച്ച് CPM സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. 3-ാം ഊഴത്തിനായിട്ടുള്ള എല്ലാ പദ്ധതികളും അവർ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. 3.0 എന്നു പേരുമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ ദിവസം ബാക്കി നിൽക്കെ നേതാക്കളുടെ നാവ് ഒന്ന് കൺട്രോൾ ചെയ്തേ പറ്റൂ.